എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാനിപ്പൂരിയുടെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് നോക്കാം. അതിന് എന്തൊക്കെ ആവശ്യമുള്ള സാധനം നോക്കാമല്ലോ. വാ. അപ്പോൾ നമ്മളിത് പൂരി ഉണ്ടാക്കേണ്ട റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ബാക്കി ഈ കൂട്ടുണ്ടല്ലോ, നമ്മുടെ മസാലക്കൂട്ടിനുള്ള കടല കുതിർത്തി വെച്ചതാണ്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, ഒരു സവാള, കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മിക്സർ, പിന്നെ ഉപ്പ്, മുളക് പൊടി, ചെറിയ ജീരക പൊടിച്ചത്. പിന്നെ അതിൻ്റെ പാനിയിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പുളി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച, പിന്നെ ഒരു വെല്ലം, പിന്നെ ബാക്കിയുള്ളത് പുതിനച്ചപ്പ്, ചെറുനാരങ്ങ, പച്ചമുളക്, ഇഞ്ചി, പിന്നെ മല്ലിച്ചപ്പ്. ഇത്രയും സാധനം വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഓരോ സാധനം ചെയ്യുന്നത് നമുക്ക് വീഡിയോ കാണിച്ചു തരാം. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് പിടിച്ച് സെറ്റാക്കി വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് കടല അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടല ഒന്ന് വെന്ത് കിട്ടട്ടെ. കടല വെന്ത് കഴിഞ്ഞാൽ നമുക്കതും, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മല്ലിച്ചപ്പും പിന്നെ സവാളയും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ മിക്സ് ആക്കാം. ആദ്യം നമ്മൾക്ക് ഇതൊന്ന് ഇടിച്ച് ശരിയാക്കി വെക്കാം. അപ്പോഴത്തേക്ക് കടല വേവട്ടെ. നമ്മൾ കടലയും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. കടല വേവിച്ച് നമ്മളത് പൊളിച്ച് വെച്ച് അതിൻ്റെ തൊലി ചില സമയങ്ങളിൽ നമുക്ക് തൊലി തൊണ്ടയിൽ കുടുങ്ങുമല്ലോ, അതുകൊണ്ട് ഒഴിവാക്കാനാണ് തൊലി പൊളിച്ചത്. അപ്പോൾ ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതിന് ഇടാൻ പോവാണേ. ഇത് നന്നായിട്ട് വെന്തോട്ടെ. എന്താ പറയുക, നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ടേസ്റ്റ് കിട്ടും. ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ കടലും വേറെ തന്നെ വെച്ചിട്ട് നന്നായിട്ട് വേവിക്കാം. ഒരു 8ഓളം വിസിലും കടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പോകും. അതിനുശേഷം നമുക്ക് ആ വെള്ളം ഊറ്റിയെടുക്കുക. എന്നിട്ട് ഇത് ചെയ്യാം. ഇനിയിപ്പോൾ അതിൽ നമ്മൾ ഈ സവാള നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും അതിലേക്ക് ചേർക്കാന്ന്. അപ്പം അതിൻ്റെ കൂടെ തന്നെ മല്ലിച്ചപ്പും നമ്മൾ ഇതിലേക്ക് ഇടാന്ന്. ഇനി നമുക്ക് വേണ്ടത് ഉപ്പ് വേണം. ഒരു ആവശ്യത്തിന് ഉള്ള ഉപ്പ് മതി. ഇത്തിരി ഉപ്പ് നമ്മൾ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ചെറിയ ജീരകല്ലേ, അത് പൊടിച്ചതാണ്. അത് നമ്മളിതിൽ ചേർക്കുക. പിന്നെ മുളക് പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി നമ്മൾ ഇതിൽ ചേർത്ത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. കൈകൊണ്ട് തന്നെ നമുക്ക് കുഴച്ചിട്ട് നന്നായിട്ട് ആ കടലെല്ലാം ഒന്ന് ശരിക്ക് മെൽറ്റാവുന്ന ലെവലിലേക്ക് ഇതുപോലെ നമ്മൾ മിക്സ് ആക്കി കൊടുക്കുക. നമ്മളിത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത ലെവലിൽ നമ്മൾ ഇത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ടേസ്റ്റും കാര്യമൊക്കെ നോക്കി ഉപ്പുണ്ട്, കണക്കായിട്ട് ഉപ്പുണ്ട്. അപ്പോൾ ആ ലെവലാക്കി ഇനി നമുക്കൊരു മധുരവും പുളിയും ഉപ്പും എരിവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു മിശ്രിതം ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ളത് പുളിയുള്ളതാണ്. ഇത് പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് നമ്മൾ അരിച്ചു വെച്ചാണ്. അതുപോലെ ഇത് വെല്ലം നമ്മൾ നന്നായിട്ട് അരിച്ചിട്ട് എടുത്തതാണ്. ഇതൊക്കെ അരിച്ചിട്ട് നമുക്ക് എടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ചെറിയൊരു വെല്ലത്തിൻ്റെ ഒക്കെ ഇത് കച്ചറുണ്ടാവുമല്ലോ, അത് ഒഴിവാക്കാനാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് തയ്യാറാക്കി അപ്പോൾ അതിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ പറഞ്ഞ പുളിയും ഉപ്പും എരിവും മധുരവും എല്ലാം മിക്സായിട്ടുള്ള ഒരു പാനി തയ്യാറാക്കാന്ന്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇത് പുളിയാണ്. പുളീൻ്റെ വെള്ളം നമ്മൾ അരിച്ചു വയ്ക്കുക. കുറേ അല്പം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അടുത്തൊരു മിശ്രിതത്തിലേക്ക് വേണം. അതുപോലെ തന്നെ ഇത് വെല്ലം കുറുക്കിയതാണ്. വെല്ലം നമ്മളിതിലേക്ക് അരിച്ചു വയ്ച്ച് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ
അല്പം ഉപ്പും നമ്മളിത് ചേർത്ത് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സാക്കി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് കുറുക്കിയെടുക്കാം. നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓണാക്കാം. ഏതായാലും ഇതൊന്ന് വേവിച്ച് നമുക്ക് കുറുക്കിയെടുക്കണം. നന്നായിട്ട് ഇതൊന്ന് നമ്മുടെ ഉപ്പും മുളകും പുളി ഇതൊക്കെ ഒന്ന് മിക്സ് ആവട്ടെ. കൂട്ടിയിട്ട് തന്നെ ആയിക്കോട്ടെ. നന്നായിട്ടൊന്ന് വേവട്ടെ. ഏതായാലും ഇനി അതൊന്ന് കുറുകി വരട്ടെ. ഇത് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് കുറുകട്ടെ. ഇത് ഇത്രയും കുറുകിയാൽ മതി കേട്ടോ, കൂടുതൽ കുറുകണമെന്നില്ല. നന്നായിട്ട് ഇപ്പം നമുക്കിനി സ്പൂണിൽ കോരിയിട്ട് അതിൽ ഒഴിക്കേണ്ടതല്ല. അപ്പം ഈ ഒരു ലെവലിലേക്ക് നമ്മൾ ഇത് ഓഫാക്കാന്നേ. അതൊന്ന് തണിയട്ടെ. ഇനി നമുക്ക് പച്ചപ്പാനി, നമ്മളെ പുതിനയും മല്ലിയും ഇതൊക്കെ ചെയ്തിട്ടുള്ളൊരു പച്ച കളറിലൊരു പാനിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പുതിന മുറിച്ച് വെച്ചതുണ്ട്, അത് ഇട്ട് അതുപോലെ തന്നെ ഈ മല്ലിയിലയും കൂടി ഇടുകയാണ്. മല്ലിയില ഇട്ട് പിന്നെ പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ഇഞ്ചി അരിഞ്ഞത്, ഇതൊക്കെ ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി മുളക് പൊടിയും ഉപ്പും അതുപോലെ തന്നെ ഈ ജീരകപ്പൊടി പിന്നെ ഈ പുളിയുടെ വെള്ളം അതുപോലെ തന്നെ ചെറുനാരങ്ങ ഇത്തിരി സാധനം കൂടി ചേർത്താണ് നമ്മൾ ആ പിന്നെ പച്ച കളറുള്ള പാനി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ ഇതൊന്ന് ചെറുതായിട്ട് ചതച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് നമ്മൾ ഇതാ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി അരിച്ചൊഴിക്കാം നമുക്ക്. ഇതുപോലെ നന്നായിട്ട് അരിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റെല്ലാം അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെറുതായിട്ട് നമുക്ക് കടിച്ചു പോകുമല്ലോ. അപ്പോൾ പ്യൂറായിട്ടുള്ള നല്ല വാട്ടർ. അപ്പോൾ ഇത് നമുക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഈ ടേസ്റ്റ് ഇതുപോലെ ഈ പച്ച കളർ അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറുനാരങ്ങൻ്റെ കുറച്ച് അരമുറി ചെറുനാരങ്ങ നമ്മളതിൽ പിഴിഞ്ഞ് കൊടുത്താണ്. നമ്മൾ ആ ചെറുനാരങ്ങ ഇട്ട് പിന്നെ അതിന് ശേഷം നമുക്ക് ഒരു അല്പം ഉപ്പിടാം. പിന്നെ കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ ഈ ജീരകപ്പൊടിയാണ്. അപ്പോൾ ഇതൊക്കെ ഇട്ട് നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെച്ച കുറച്ച് പുളിവെള്ളം അതും അങ്ങ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സെറ്റായി. ഇതിൻ്റെ ഒന്ന് ഉപ്പ് നോക്കട്ടെ. ആവശ്യത്തിന് ഉപ്പുണ്ട്. പിന്നെ നമ്മുടെ മധുരവും പുളിയും എരിവും എല്ലാം ഉള്ള സാധനമാണ് ഇത്. നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് വെക്കുക തണിഞ്ഞ്. അപ്പോൾ നമ്മളെ പാനികൾ ക്ലിയറായി. 2 തരം പാനികളാണുള്ളത്. ഇനി നമ്മളെ പൂരി ഒന്ന് പൊരിച്ചെടുക്കാം. നമ്മളെ എണ്ണ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം. കുറച്ച് കുറച്ചായിട്ട് നമുക്ക്
പൊരിച്ചെടുക്കാം. ആദ്യത്തേത് മാത്രം ബോണ്ട പോലെ. ഇത് സംഭവം സിമ്പിളാ, പെട്ടെന്ന് ആയി വരുന്നുണ്ടേ. ഇത് ചിലത് നല്ല വലിപ്പം വരുന്നുണ്ട്, ചിലത് ചെറുതാണ്. കണ്ണ വരയ്ക്കുന്നുണ്ട്. ശ്രദ്ധിക്കണ്ട അമ്പാനെ പറഞ്ഞ. നെയ്യുടെ പരിപാടിയാണ്, ശ്രദ്ധിക്കുക ആക്കുന്ന ആൾക്കാർ. ഇത് ചിലത് പൊട്ടിത്തെറിക്കുന്നുണ്ടേ എണ്ണ. കൂടുതലിടാതെ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാനൊരു വലുതാകുന്നുണ്ട് ചിലത്, അപ്പോൾ നമുക്ക് സ്പേസ് വേണ്ടേ. അത് ചിലത് കണ്ടോ നല്ല വലുതാകുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഏതായാലും സംഭവം അടിപൊളിയായി ആക്കിയിട്ടുണ്ട്. ഇതും കൂടി ആക്കിയിട്ട് നമുക്ക് നിർത്താം. കാരണം ഇത് അധികം സമയം നിൽക്കൂലല്ലോ, അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് നമുക്ക് ഇനിയും കുറേ ആൾക്കാർ വരാനുണ്ട്. അപ്പോൾ അത് വരുന്ന സമയത്തേക്ക് നമുക്ക് അന്നേരം നോക്കി പൊരിക്കാം. ഇപ്പോൾ കുറച്ചേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഇത് ഓഫ് ചെയ്തിട്ടുള്ള അങ്ങനെ നമ്മുടെ പാനിപ്പൂരി ഇത്രയും പാനിപ്പൂരി ആക്കിയെടുത്ത് ബാക്കിയതോ ഇനിയും ഒരുപാടുണ്ട് പൊരിക്കാൻ, ഇനിയും ഒരുപാടുണ്ട്. അതൊക്കെ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് നമുക്ക് പൊരിച്ചെടുക്കാം പിന്നീട്. ഇപ്പം നമുക്കിതൊന്ന് ഇനി ഏതായാലും ഇതിലേക്കുള്ള പാനിയും മസാലയെല്ലാം ഇടണമല്ലോ. ഒന്ന് പൊട്ടിച്ച് നോക്കാന്ന്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ മസാല ഇടാൻ പോവാന്ന്. ഓക്കെ, മസാല മതിയാവില്ല. മസാല ഇനിയിപ്പോൾ ഇത് നമ്മളെ മധുരമുള്ള ആ പാനി. ഇനി നമുക്ക് എന്താ വേണ്ട വെച്ചാൽ ഈ സാധനം അങ്ങനെ ആദ്യം തന്നെ തിന്നോക്കണ്ടേ. അപ്പോൾ നമ്മൾ മസാല പൂരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഇത് ഞാൻ നേരത്തെ എടുത്തപ്പോൾ ഒരു സാധനത്തിൻ്റെ കുറവുണ്ടായിരുന്നു. ഇത് ഞാൻ ഇടാൻ മറന്നുപോയി. അപ്പോൾ അമാന് നമുക്ക് ഇതും കൂടി ഇട്ടിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി പാത്രം എടുത്തോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ ഓക്കെ ഓക്കെ, ഇതാ അമാന്. എന്താ അവസ്ഥ? ഇത് തിന്ന് കഴിയുമ്പോൾ വായിലിട്ടേ നമുക്ക് ഇതൊന്നും പറയാനില്ല. സംഭവം സൂപ്പർ ആട്ടാ. എന്തായാലും ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നതല്ല, അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. നിന്റെ അവസ്ഥ നീ പറ, ഇതെങ്ങനെയുണ്ട്? ഞാൻ ഇത്രയും ടേസ്റ്റ് വിചാരിച്ചിട്ടില്ല, പക്ഷേ വിചാരിച്ചാലും കൂടുതലായിട്ട് സംഭവം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളവർക്കെല്ലാം കൂടി ഇത് കൊടുക്കാം. ഓരോരുത്തരായി തിന്നിട്ട് ഈ അഭിപ്രായം പറ. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞ്, അത് ഉണ്ടാക്കിയാൽ എന്തായാലും അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം നിങ്ങൾ ഇനി തിന്നിട്ട് എന്ത് പറ.
ഇത് ശരിക്കും പറഞ്ഞാൽ വായിക്കൊള്ളുന്നില്ല അതാണ് കേട്ടാ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാൻ പറ്റൂല, കുറച്ച് കഴിയണം. എരിവുണ്ട് അത് ആവശ്യത്തിനുള്ള ചെറിയൊരു ആവശ്യം. എൻ്റെ വായി പോയി. എൻ്റെ ഉമ്മാക്ക് ഇതാ എന്നിട്ട് അഭിപ്രായം പറഞ്ഞിട്ടില്ല നിങ്ങള്? അതന്നെ എന്താ ഉള്ളത് അടിപൊളിയായിട്ടുണ്ടെങ്കിൽ പറയണം. സൂപ്പറാന്ന് പറഞ്ഞാലില്ല. അമ്മനെ ഒന്നും കൂടെ പാവം നമ്മുടെ കുറച്ച് ആൾക്കാരുണ്ട്, അവരെല്ലാം ഇങ്ങോട്ട് വരുത്തിക്കണ്ടേ, എല്ലാവരും കൊടുക്കണത്. ഇത് കുറച്ച് ഒരു വലിപ്പമുണ്ട്, വായിക്കൊള്ളുന്നില്ല. അങ്ങനെ ഇതിപ്പോ ചെയ്തു വെച്ചാല് ബുദ്ധിമുട്ടല്ലേ, അവര് വന്നിട്ട് കൊടുക്കാം അല്ലേ? ഞാന് ഇങ്ങനെ ചെയ്യാതെയാണ് തിന്നത്, അതുകൊണ്ട് ഇതൊന്നും നോക്കട്ടെ. അപ്പൊ നമ്മുടെ ചെങ്ങായിമാര് വന്നിട്ടുണ്ട്. ഏതായാലും ഇവർക്കെല്ലാം ഓരോന്ന് കൊടുത്ത് ടേസ്റ്റ് നോക്കാണോ വിചാരിച്ചിട്ടാണ്. ഇതൊന്നും എടുത്ത് കഴിച്ചു നോക്കിയാലേ, നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. അതന്നെ. ഒന്നാമത് നീ കഴിച്ചോ? എന്തായാലും ഇത് വായിലിട്ടെന്ന് പറയാൻ കഴിയില്ല. കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു. അഭിപ്രായം പറ. അങ്ങോട്ടൊക്കെ പറ. നല്ലതാണെങ്കിൽ ഓക്കെ ആണെന്ന് പറ. അപ്പൊ സെറ്റായി ഞാൻ ഓക്കെ. എവിടെ പോയേ? ഇങ്ങോട്ട് പോ. എന്താ നമ്മുടെ പാനിപ്പൂരി ടേസ്റ്റ് അങ്ങനെ ഇട്ട് പോയിട്ടോ. മൊത്തം കഴിച്ചോ, മൊത്തം വയലേക്ക് കിട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ അടുത്ത വീഡിയോ കാണുന്നവരേക്കും അതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.